Assalamualaikum. അൽഹംദുലില്ലാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ രാജാവിന്റെ രാജ്യത്ത് സെറ്റിൽ ആക്കുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാം റിക്വസ്റ്റ് ചെയ്ത പൊസിഷൻ കൊടുക്കുന്നു. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ആ രാജ്യത്തെ രാജാവിനോട് അടുത്ത് നിൽക്കുന്ന പൊസിഷനാണ്. ഫൈനാൻസ് ആൻഡ് ട്രഷറി എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന പൊസിഷനാണ്. And Allah is saying that this is how I settle my slave, who has sabr and taqwa. അതുകൊണ്ട് I take care of him. അപ്പൊ you can just imagine യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു. കിണറ്റിൽ നിന്ന് ഇറങ്ങി, then slavery, then അവിടെ അസീസിന്റെ വൈഫിന്റെ ടോർച്ചർ, ഇതെല്ലാം കഴിഞ്ഞ് ജയിലിൽ കുറെ വർഷം. അതിനുശേഷമാണ് യൂസുഫ് അലൈഹി ഇസ്ലാം പുറത്തേക്ക് വരുന്നത്. അവിടുന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പേര് ക്ലിയർ ചെയ്തിട്ടാണ് യൂസുഫ് അലൈഹി ഇസ്ലാം അതിന്റെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഹി ഹാസ് ലോട്ട് ഓഫ് സബർ ആൻഡ് ലോട്ട് ഓഫ് തഖ്വ, അൽഹംദുലില്ലാ. സോ ഫൈനലി അല്ലാഹ് പുട്ട് ഹിം ഇൻ ദി ബെസ്റ്റ് പൊസിഷൻ എവർ. അപ്പോ ഹീസ് ലിവിങ് ദേർ. കുറെ വർഷങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോ നമുക്ക് പഠിച്ചവന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, നമ്മൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പഠിച്ചവൻ ഖുറാനിൽ പറയുള്ളൂ. സോ ഹി സ്കിപ്സ് ലോട്ട് ഓഫ് ഇയേഴ്സ്. കുറെ വർഷങ്ങൾ അവിടെ അങ്ങനെ കഴിയാണ്. അങ്ങനെ ഫൈനലി രാജാവ് സ്വപ്നം കണ്ട പോലെ ഒരു ഫാമിൻ വരികയാണ്. ആ ഏരിയ മുഴുവൻ ഭയങ്കരമായിട്ട് ഫാമിൻ വരികയാണ്. ഓൺലി ദിസ് പ്ലേസ്. അപ്പൊ ആ ഡ്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ദേ വിൽ സേവ് സം ഫുഡ്. ഈജിപ്തില് അവര് 7 years ഓഫ് ഫാമിൻ, എന്നിട്ട് അവര് ദേ വിൽ യൂസ് സം ഫുഡ് വിച്ച് ഇസ് സേവ്ഡ് എന്ന് പറയില്ലേ. അപ്പൊ ആ ഫുഡ്, അപ്പൊ ദേ ഹാവ് ഫുഡ്. ഈജിപ്തിൽ എല്ലാവർക്കും ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, ബിക്കോസ് ദേ ഹാവ് സേവ്ഡ് ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അറൌണ്ട് ദാറ്റ് ഏരിയ എല്ലായിടത്തും ഭയങ്കര ദാരിദ്ര്യമാണ്. അങ്ങനെ ദാരിദ്ര്യമായിട്ടിരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും, ആ ചുറ്റുവട്ടത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാര് ഈജിപ്തിലേക്ക് വരികയാണ് ഭക്ഷണം അന്വേഷിച്ചിട്ട്. And they were giving also. So Yusuf alayhi Islam is the one who is giving all the food. He has a lot of slaves for him, so they were all giving it, and Yusuf alayhi Islam is leading the show. അപ്പോ ഒരുപാട് ആൾക്കാർ പല ഏരിയയിൽ നിന്നും വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ബ്രദേഴ്സും they were also hit with the famine. Okay, അവർക്കും ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഫുഡില്ല, വെള്ളമില്ല, അങ്ങനെ I don't know what all, but they have a lot of problems. They don't have money, they don't have food, nothing. And they came to know that ഈജിപ്തില് ഇങ്ങനെ ഇതേപോലെ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് all his brothers, okay, they came to യൂസുഫ് അലൈഹി ഇസ്ലാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ഇവര് വരികയാണ്, ബ്രദേഴ്സ്. അങ്ങനെ അവരിവിടെ വരികയാണ്. ഇവിടെ വന്നു കഴിയുമ്പോ യൂസുഫ് അലൈഹി ഇസ്ലാം സ്വന്തം ഇമ്മീഡിയറ്റ്ലി ഹി റെക്കഗ്നൈസ്. അപ്പോൾ കൂടെ നമ്മളാണെങ്കിൽ ഭയങ്കര ഷോക്കായി പോവില്ലേ അല്ലെ. നമുക്ക് ഭയങ്കര റിവഞ്ചും ദേഷ്യവും വൈരാഗ്യമൊക്കെ വരില്ലേ, നമ്മൾ ഇത്രയും സഫർ ചെയ്യിപ്പിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. ബട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം kept quiet. As we know, he has sabr and taqwa. So he kept quiet. He doesn't want to take revenge. He's a nice human being. Okay, so he wanted the brothers to reform. Basically, അവരെ ചേഞ്ച് ചെയ്യിപ്പിക്കണം. പക്ഷെ ഇപ്പൊ കിടന്ന് മാളം വെച്ച് കഴിഞ്ഞാൽ that's not going to happen, and they still have that arrogance. അവർക്ക് അന്ന് ഉണ്ടായിരുന്ന അതേ അറഗൻസ് ഇപ്പോഴും ഉണ്ട്. Even though they have no food, nothing, they still have that. So it's not yet time. So this is the thing which you have to remember. When you do dawah to people, you have to understand and analyze whether those people have the റിസപ്റ്റീവ്നെസ് ഉണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവർ റിസപ്റ്റീവ് ആണോ, നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കാനും കേൾക്കാനും അത് മനസ്സിലാക്കാനും ഉള്ള മാനസികാവസ്ഥയിലാണോ അവര് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ദാവ ചെയ്യാൻ. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ദാവ ചെയ്ത് അവരുടെ വായിലിരിക്കുന്ന കൂടെ കേൾക്കാന്നേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അണ്ടർസ്റ്റുഡ്? സോ ഹി കെപ്റ്റ് ക്വയറ്റ്. അപ്പൊ ഹി ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ദം. ദേ ഡിഡ്ന്റ് റെക്കഗ്നൈസ് ഹിം. അവർക്ക് മനസ്സിലായേ ഇല്ല യൂസുഫ് അലൈഹി ഇസ്ലാം. ഓക്കെ, അപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാം അവർക്ക് ഫുഡ് എല്ലാം കൊടുത്തു. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ ദേ ഗീവ് ഫുഡ്. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാ ഫുഡും എല്ലാം കൃത്യമായിട്ട് എല്ലാം കൊടുത്തു. എന്നിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ കമ്മിങ് യു ഹാവ് ടു ബ്രിങ് യുവർ ബ്രദർ. യു നോ വിച്ച് ബ്രദർ? യു റിമെമ്പർ ബെന്യാമിൻ? യൂസുഫ് അലൈഹി ഇസ്ലാമും ബെന്യാമിൻ വാസ് സിബ്ലിങ്സ് ആയിരുന്നു. അവരൊരു മദറിന്റെ 2 മക്കളായിരുന്നു, ബെന്യാമിനും യൂസുഫ് അലൈഹി ഇസ്ലാമും. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അറിയാം, ബെന്യാമിനെയും. ഇപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണോ അവർ ടോർച്ചർ ചെയ്തത്, ബെന്യാമിൻ അവരുടെ കൂടെയാണ്. സോ ബെന്യാമിൻ എന്തായാലും അവരുടെ കൂടെ നിന്ന് സഫർ ചെയ്യേണ്ടത് ഉറപ്പായിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അറിയാം. സോ യൂസുഫ് അലൈഹി ഇസ്ലാം said, next time if you are coming
you are going to bring Benjamin. Okay, but he didn't say the name or anything. You have a brother, bring him. Okay. അപ്പൊ ഇവര് ശരിക്കും ഞെട്ടിട്ടാ. ഇനി ബ്രദറിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഫുഡിന് തരില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയും. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ ബ്രദറിനെ നിങ്ങൾ കൊണ്ടുവരണം, എന്നാലേ നിങ്ങൾക്ക് ഇനി ഫുഡ് കിട്ടുള്ളൂ. ഓക്കെ എന്ന് യൂസുഫ് അലൈഹി സ്വലാം അവരോട് പറയണം. അപ്പൊ അവർ സത്യം പറഞ്ഞാൽ ഞെട്ടി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു പ്രാവശ്യം ഇവരുടെ ഫാദറിന്റെ അടുത്തുനിന്ന് ബ്രദറിനെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചോദിച്ച് അവര് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കളഞ്ഞാണ്. അപ്പൊ ഇനി അഗൈൻ ഫാദറിന്റെ അടുത്ത് പോയിട്ട് ബെന്യാമിന്റെ കാര്യം പറയുമ്പോ they know what the father's reaction is going to be. So they were scared, but at the same time they said, okay, we will ask the father to give him to us, to take him here എന്ന് പറയാണ്. എന്നിട്ട് അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം അവർക്ക് എല്ലാ സാധനങ്ങളും, ഫുഡും എല്ലാ സാധനങ്ങളും എല്ലാം കൊടുത്ത് വിട്ടിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം is sending them back. Okay, and they are reaching home. ഈ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.